ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം എത്തിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ആലുവയിലെ തോട്ടുമുഖം എന്ന സ്ഥലത്താണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്താൻ പോകുന്ന അതിഥി നമ്മൾ എറണാകുളം ജില്ല മാത്രമല്ല, കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും നമ്മൾ എറണാകുളം ജില്ലയിലെത്തിയിട്ട് ഇതുവഴി എയർപോർട്ടിലോട്ട് പോകുന്ന വഴി ഏതൊരു പേഴ്സൺ ആണെങ്കിലും കയറി വാങ്ങുന്ന ഒരു ഷോപ്പ് CM ചിപ്സ് എന്ന സംരംഭത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മളെ ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ ഗൾഫ് കൺട്രീസിലും ഒക്കെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായിട്ടുള്ള ചിപ്സാണോ എന്ന ബ്രാൻഡിൻ്റെയും സാരഥിയായിട്ടുള്ള അബ്ദുൽ ഖാദർ സാറാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷത്തെ ജീവിത അനുഭവങ്ങളും വിശേഷങ്ങളും എല്ലാം അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. അതിന് മുന്നേ അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് ഹാർദവമായ സ്വാഗതം ചെയ്യാം. ഒരുപാട് നന്ദിയുണ്ട്. കാര്യം ആകെ നമ്മുടെ നാട്ടിലോട്ട് എത്തിയിട്ട് ആകെ 2 ദിവസമേ ആയുള്ളൂ. നമുക്ക് നാളെ തന്നെ തിരിച്ചും പോകണം. പക്ഷെ എന്നാലും അതിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ടിയിട്ടൊരു ടൈമിംഗ് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. സാർ ഇപ്പം ഖത്തറിലാണ്. ഖത്തറിൽ എന്താ പരിപാടി? ഖത്തറിൽ അവിടെ ഖത്തർ ജനറൽ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയിൽ ഡാറ്റാ സെന്റർ എഞ്ചിനീയർ ആയിട്ട്. നമ്മൾ ചിപ്സാഡ് ഇത്രയും രാജ്യങ്ങളിലോട്ട് എത്തിക്കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിൻ്റെ സ്റ്റാർട്ടപ്പിലോട്ട് തുടങ്ങണമെങ്കിൽ സാറിൻ്റെ കുട്ടിക്കാലത്തോട്ട് പോകണം. സാർ കുട്ടിക്കാലത്ത് പഠിച്ചതൊക്കെ എവിടെയാണ്? ഞാനിവിടെ ആലുവ സെന്റ് മേരീസ് ഹൈസ്കൂളിലായിരുന്നു 10 വരെ പഠിച്ചത്. അതിനുശേഷം ഞാൻ പ്രൈവറ്റ് കോളേജിലാണ്, സെന്റ് ആൻഡ്രീസ് കോളേജിലാണ് എൻ്റെ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്തത്. 2003 ഞാൻ ഗൾഫ് ഒരു സ്വപ്നം മുന്നിൽ കണ്ടിട്ട് നമ്മൾ ഷാർജയിലേക്ക് പറക്കണത്. ഷാർജയിൽ റോള കമ്പ്യൂട്ടേഴ്സിലാണ് എൻ്റെ തുടക്കം. ബേസിക്കലി ഞാനൊരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഫസ്റ്റ് ഗൾഫ് മോഹം പോണത് ഷാർജയിലേക്കാണ്. അങ്ങനെ അവിടെ പോയി അവിടെ ഒരു 3 വർഷം റോള കമ്പ്യൂട്ടേഴ്സിൽ ഞാൻ ഇൻസ്ട്രക്ടറായിട്ടാണ് വർക്ക് ചെയ്തത്. 3 വർഷം. അതിനുശേഷം മീഡിയ സിറ്റിയിലേക്ക് എനിക്കൊരു ഇത് കിട്ടി, IT ഫീൽഡിൽ തന്നെ. അവിടെ ഞാൻ 3 വർഷം വർക്ക് ചെയ്തു. അവിടെ നിന്ന് പിന്നെ ഡയറക്റ്റ് ഞാൻ ഇത്തിസ്ലാത്തിൽ ജോയിൻ ചെയ്യാം, അബുദാബിയിൽ. അവിടെ 2013 4 വർഷം വരെ ഞാൻ അൽഹംദുലില്ലാഹ് ഞാൻ അവിടെ ജോലി ചെയ്തു. 2013 വരെ. 2013 ജൂണിൽ എനിക്ക് ഖത്തറിൽ ഗവൺമെൻറ്റിൽ ഖത്തർ ജനറൽ യൂണിവേഴ്സിറ്റിയിൽ ഓഫർ കിട്ടി. ഞാൻ അവിടെ നിന്ന് അബുദാബിയിൽ നിന്ന് ഖത്തറിലേക്ക് എൻ്റെ ജീവിതം പറഞ്ഞു. 2013 അൽഹംദുലില്ലാഹ് ഞാൻ ഖത്തറിലെത്തുന്നത്. 2019 ഈ ചിപ്സിൻ്റെ. അപ്പോൾ ഈ 2019 ആയി കഴിഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ് ചെറിയൊരു ഇൻകം എനിക്ക് ഒരു കമ്പനി തുടങ്ങാനുള്ള ഒരു ചെറിയൊരു എമൗണ്ട് മാറ്റാൻ പറ്റുന്ന രീതിയിലായി. അങ്ങനെ 2019 നമ്മൾ അതിൻ്റെ ഇടയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു 2007. 2010 ഈ വീട് വെച്ചു അൽഹംദുലില്ലാഹ്. പിന്നെ എനിക്കിപ്പോൾ 4 കുട്ടികളുണ്ട്. 4 പെൺകുട്ടികളാണ്. മൂത്ത ആള് പെൺകുട്ടികളാണ്. അതെ. പിന്നെ മൂത്ത ആളിപ്പോൾ 10ലാണ് പഠിക്കുന്ന, പേര് നേഹ ഫാത്തിമ. രണ്ടാമത്തെ ആള് ഇപ്പോൾ 5ൽ നിന്ന് 6ലേക്ക്, ഫാത്തിമത്ത് സെഹറ. പിന്നെ മൂന്നാമത്തെ ആള് 3ാം ക്ലാസ്സിൽ, ഖദീജ ഫൗസിയ. ഏറ്റവും ഇളയ ആള് ഇപ്പോൾ 1ാം ക്ലാസ്സിൽ, പേര് ഐഷത്തുർ റഹ്മാൻ. അങ്ങനെ 4 പെൺകുട്ടികളാണുള്ളത് അൽഹംദുലില്ലാഹ്. അതിന് കഴിഞ്ഞിട്ട് ഇപ്പോൾ മക്കളൊക്കെ ആയി. ഇപ്പോൾ അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. എനിക്ക് ഒരു ഹാപ്പി ഫാമിലിയാണ്. പക്ഷേ ഞാൻ ആലോചിച്ചെന്ന് പറയുമ്പോൾ സാർ 2019 എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ആയത് 2019 ദുബായിലുള്ളതും, ദുബായ് മാത്രമല്ല ലോകത്തുള്ള പല ആൾക്കാരും ബിസിനസ്സും പൂട്ടി നാട് വിട്ടു പോകണോ അല്ലെങ്കിൽ മരിച്ചു പോകണോ എന്ത് ചെയ്യണമെന്ന് പോലും ഓർക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഈ കോവിഡ് മാമാങ്കം. കാര്യം ലോകമെമ്പാടുമുള്ള എല്ലാവരും വിറപ്പിച്ച ഒരു സംഭവമാണ്. പക്ഷെ അതേ സമയത്ത് ഒരാൾ നൈസായിട്ട് ഖത്തറിൽ നിന്ന് നാട്ടിലോട്ട് വന്ന ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഒരു പ്രചോദനം എന്തായിരുന്നു? അത് 2019 ഇനീഷ്യലി നമ്മൾ പ്ലോട്ട് എടുത്തു, നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ആ കോവിഡിൻ്റെ എന്താ പറയുക, ആ മൂർച്ഛിച്ച ഒരു സമയമുണ്ട്. ആ സമയത്ത് സത്യത്തിൽ ഞാൻ പ്ലോട്ട് എടുത്തു, നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ കട അപ്പ് ആൻഡ് ഡണ്ണാക്കി. പക്ഷെ ഇനാഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എസ്പെഷ്യലി ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, സിറ്റുവേഷൻ വളരെ മോശം. അപ്പോൾ 2019 അവസാനം, ഡിസംബർ അവസാനമൊക്കെ ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് കോവിഡിൻ്റെ ഇതൊക്കെ ഒന്ന് കുറഞ്ഞു. 2020 ജാനുവരി 13 നമ്മൾ CM ചിപ്സ് ഉദ്ഘാടനം ചെയ്യണം. CM ചിപ്സ് നമ്മൾ ആലുവയിലാണ് ലൊക്കേറ്റ്. ആലുവയിൽ മാർത്താണ്ഡൂർന്ന് പിടിച്ച്, അതായത് നാഷണൽ ഹൈവേയിൽ ഓൺ ദ വേ ടു എയർപോർട്ട്. ആലുവ തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ നിന്ന് 50 മീറ്റർ മാറിയിട്ട് CM ചിപ്സ് എന്ന് പറഞ്ഞ സ്ഥാപനം. അൽഹംദുലില്ലാഹ് നമ്മൾ സുൽത്താൻ ഉലമ ഉസ്താദാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഉസ്താദ് വന്ന് ഉദ്ഘാടനം ചെയ്തു. അത് കഴിഞ്ഞു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഇപ്പോൾ 2020 കഴിഞ്ഞ് ഇപ്പോൾ 2024
4 വർഷം കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഷോപ്പ് ഇപ്പോൾ അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ റൺ ചെയ്യുന്നു. അതുകൂടാതെ ഇപ്പോൾ ഈ അടുത്ത് നമ്മളൊരു കഴിഞ്ഞ ഫെബ്രുവരി 4-ാം തീയതി രണ്ടാമത്തെ ഒരു ഷോപ്പും കൂടി നമ്മൾ ഉദ്ഘാടനം ചെയ്തു. ദേശം കവലക്ക മംഗലപ്പുറ പാലത്തിനടുത്ത് ചിപ്സ് പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചിപ്സ് പാർക്ക്. ഇത് ചിപ്സ് പാർക്ക്. CM ചിപ്സ് ഞാൻ സ്വന്തമായിട്ടാണ് തുടങ്ങിയത്. ചിപ്സ് പാർക്ക് സ്ഥാപനത്തിൽ 2 പാർട്ട്നേഴ്സ് ഉണ്ട്. അൽഹംദുലില്ലാഹ് എൻ്റെ കൂടെ പഠിച്ചതും എൻ്റെ കൂടെ വർക്ക് ചെയ്തവരും തന്നെയാണ് അതിൻ്റെ പാർട്ട്നേഴ്സ്. സാറിൻ്റെ സംരംഭത്തിൽ സാറിൻ്റെ സ്റ്റാഫുകൾ എത്രമാത്രം സപ്പോർട്ട് അവർ നൽകുന്നുണ്ട്? എസ്പെഷ്യലി CM ചിപ്സ് നോക്കുകയാണെങ്കിൽ CM ചിപ്സിൽ മെയിനായിട്ട് മാനേജ് ചെയ്യുന്നത് എൻ്റെ കസിൻസ് തന്നെയാണ്. കസിൻസിൽ എൻ്റെ ഒരു വാപ്പാടെ സിസ്റ്റർ മകനുണ്ട്, പിന്നെ എൻ്റെ എൽഡർ ബ്രദറുണ്ട്, പിന്നെ എൻ്റെ ഒരു ബ്രദറിനുണ്ട്. ഒരു 3 പേരാണ് എസ്പെഷ്യലി അവിടെ കാര്യങ്ങൾ നോക്കുന്നത്. പിന്നെ സെയിൽസിൽ എസ്പെഷ്യലി ഒരു 10-12 പേരോളമുണ്ട് സെയിൽസിൽ. അത് മലയാളികളുണ്ട്, ഹിന്ദിക്കാരുണ്ട്. പക്ഷേ എസ്പെഷ്യലി മലയാളികളും ഹിന്ദിക്കാരെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം അവിടുത്തെ കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബസ് വന്ന് നിന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് 100 കസ്റ്റമേഴ്സ് ചിലപ്പോൾ അറ്റ് ടൈമിൽ ഇറങ്ങും. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മളെ എസ്പെഷ്യലി ഫോക്കസ് ചെയ്യുന്ന എയർപോർട്ട് കസ്റ്റമേഴ്സാണ്. എയർപോർട്ടിലേക്ക് പോകുന്ന കസ്റ്റമേഴ്സ് മോസ്റ്റ്ലി ഔട്ട്സൈഡ് ഓഫ് കേരളയാണ്. അതായത് കേരളൈസ് അല്ല വരുന്നത്. ലോക്കൽ കച്ചവടം ഉണ്ട്, പക്ഷേ ഒരു 85 to 90% നമുക്ക് കച്ചവടം വരുന്നത് പുറത്തുനിന്നുള്ളവരാണ്. ഓക്കെ. പിന്നെ അത് മാത്രമല്ല പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതലൊരു റിസ്ക് ഫാക്ടറാണ് നമ്മൾ ഈ ഒരു ഫുഡ് ഇൻഡസ്ട്രി എന്നുള്ളത്. പക്ഷേ ആ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിലാണെങ്കിലും നമ്മളെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് സാറിൻ്റെ ബിസിനസ്സിൽ എത്രമാത്രം ലഭിക്കുന്നുണ്ട്? എസ്പെഷ്യലി നമുക്കിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ യൂഷ്വലി ഇനീഷ്യൽ ഇതെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ലൈസൻസ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലൈസൻസ്. പിന്നെ അഡീഷണൽ നമ്മൾ മേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ തുടങ്ങുന്ന ആ ഒരു പ്രോഡക്റ്റിന് ബേസ് ചെയ്തിട്ടൊരു FSSAI ലൈസൻസ് വേണം. അപ്പോൾ അതാണ് നമുക്ക് ഇനീഷ്യലി വേണ്ടതുള്ളൂ. നമ്മുടെ നാട്ടിൽ ഏത് ബിസിനസ് തുടങ്ങാനും മുനിസിപ്പൽ ലൈസൻസ് പ്ലസ് FSSAIയുടെ ലൈസൻസ്, അത് നമ്മൾ ഇനീഷ്യലി എടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തപ്പോൾ ഖത്തറിലേക്കും UAE-ലേക്കും എക്സ്പോർട്ട് ചെയ്തപ്പോൾ നമ്മൾ ISO 9001 സർട്ടിഫിക്കറ്റും 22,000 സർട്ടിഫിക്കറ്റും ഓൾറെഡി എടുത്തിട്ടുണ്ട്. സോ ഗവൺമെൻറ് ടേംസ് എല്ലാം നമ്മൾ അതേപോലെ നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അവരുടെ എല്ലാ ഫുഡ് സേഫ്റ്റിയുടെ എല്ലാ ചെക്കപ്പും കാര്യങ്ങളും. പിന്നെ നമ്മളെ സംബന്ധിച്ച് ആലുവ മുനിസിപ്പാലിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സും അവരെല്ലാം നല്ല സപ്പോർട്ട് തന്നെ തരണം. പിന്നെ അത് മാത്രമല്ല നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ്. തീർച്ചയായിട്ടും ഞാൻ സാറിൻ്റെ ഷോപ്പിൽ വന്നപ്പോൾ തൊട്ടടുത്ത് ഒരു 2-3 ഷോപ്പുകൾ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ തന്നെ നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷേ ആ ഒരു കോമ്പറ്റീഷനും മാഷാഅല്ലാഹ് പടച്ചവൻ്റെ കൃപയാൽ നമുക്ക് നമ്മുടെ സംരംഭത്തിൽ നല്ല തിരക്കും പിന്നെ അതുപോലെ സാറ് പറഞ്ഞ കണക്ക് കസ്റ്റമേഴ്സ് തേടി പിടിച്ച് വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് സാറിൻ്റെ ഒരു ലൈഫിൽ ഒരു സക്സസ് മന്ത്ര വിജയ രഹസ്യം എന്ന് ചോദിച്ചാൽ സാർ എന്താ പറയുക? അത് എസ്പെഷ്യലി പാരൻസ് തരുന്നൊരു സപ്പോർട്ട്, പിന്നെ എൻ്റെ വൈഫ് തരുന്നൊരു സപ്പോർട്ട്. അതെന്ത് തുടങ്ങുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അവരായിട്ട് ആലോചിച്ച് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു സ്കോളർ എന്നുള്ള നിലയിൽ സുൽത്താനുൽ ഉലമ ഉസ്താദ് നമ്മളുമായിട്ട് എന്തുണ്ടെങ്കിലും നമ്മൾ വിളിച്ച് അവരൊരു സപ്പോർട്ട് തരുന്നുണ്ട്. പിന്നെ ഷെയ്ഖുന കൽത്തർ ഉസ്താദ് ഇവരൊക്കെ നമ്മുടെ ഒരു എന്താ പറയുക സ്കോളറാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ അത് തന്നെ നമുക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ്. എസ്പെഷ്യലി പാരൻസ് ഉണ്ട്, മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതല്ലേ അവർ തരുന്നൊരു സപ്പോർട്ട്, പിന്നെ വൈഫ് തരുന്ന സപ്പോർട്ട്, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള വിജയം. ഫാദറിന്റെ പേര് TV സൈദ്. മദറിന്റെ പേര് സാറ സൈദ്. സാർ ഒറ്റ മകനാണോ? ഇല്ല, ഞങ്ങൾ ടോട്ടൽ 5 മക്കളാണ്. 4 ആണ്, ഒരു പെണ്ണ്. പെൺകുട്ടിയെ ഇവിടെ മുടിക്കൽ പെരുമ്പാവൂരാണ് കെട്ടിച്ചിരിക്കുന്നത്. പിന്നെ 4 പേര് ഇവിടെ തന്നെ ഉണ്ട്. ഒരു ബ്രദർ എൻ്റെ കൂടെ CM ചിപ്സിൽ സപ്പോർട്ടീവായിട്ടുണ്ട്. പിന്നെ എൻ്റെ തൊട്ടുമുള്ള ആൾ സൗദിയിലാണ്, ഏറ്റവും ഇളയ ആൾ പോലീസിലാണ്. വൈഫിന്റെ പേര് പറഞ്ഞില്ല. വൈഫിന്റെ പേര് സിഫ്ന. എറണാകുളം തന്നെയാണോ? എറണാകുളം പെരുമ്പാവൂരാണ് അവരുടെ വീട്. കൊല്ലത്ത് 36 എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കലായിരുന്നു. ഇപ്പോൾ ബിസിനസ്സൊക്കെ ആയതുകൊണ്ട് പിന്നെ എസ്പെഷ്യലി അവർക്കൊരു സപ്പോർട്ടിന് വേണ്ടി അവിടെ ജോലി തൽക്കാലത്തേക്ക് വേണ്ട നമുക്കിപ്പോൾ CM ചിപ്സിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് 36 ഉണ്ട്. സാറിൻ്റെ ഇത്രയും വർഷത്തെ ലൈഫ് ഒന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ആരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്? എസ്പെഷ്യലി എൻ്റെ പാരൻസ്. എൻ്റെ പാരൻസ്, പിന്നെ എൻ്റെ കടയിൽ ഇപ്പോൾ ഇത്രയും നാൾ വരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ബ്രദറുണ്ട്, കസിൻസ് ഉണ്ട്, പിന്നെ കടയിലെ സെയിൽസ്മാൻമാരുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടൊക്കെയാണ്.
എല്ലാവർക്കും ജോലി ചെയ്യുന്നതിന് നമ്മൾ ശമ്പളം കൊടുക്കുന്നുണ്ട്, പക്ഷെ അതല്ല, ശമ്പളം മാത്രമല്ല. തീർച്ചയായിട്ടും. കാര്യം എന്താ പറയുക, ശമ്പളം മാത്രം കൊടുക്കുകയാണെങ്കിൽ, പക്ഷേ ഞാൻ മെയിൻലി കാണുന്നതെന്ന് പറയുമ്പം സാർ ഇവിടെ ഇല്ലാത്തൊരു വ്യക്തിയും കൂടെയാണ്. സാറ് അവിടെ ഖത്തറിലാണ് ഫുൾ ടൈം പോലും. പിന്നെ നമുക്ക് ലീവ് കിട്ടുന്ന ഗ്യാപ്പിൽ മാത്രമാണ് ഇവിടെ വരുന്നത്. നമ്മളില്ലാത്ത പ്രസൻസിൽ നമ്മളെക്കുറിച്ച്, നമ്മളെ സംരംഭത്തെക്കുറിച്ചും ആരാണ് നല്ല രീതിയിൽ നോക്കുന്നത്, അതാണ് മെയിൻ പോയിന്റ്. സ്പെഷ്യലി അത് വലിയൊരു പോയിന്റ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു കട തുടങ്ങി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറൊരാൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ കട മറ്റൊരാളെ എങ്ങനെ നോക്കുന്നു അതായിരിക്കും അതിൻ്റെ ഗ്രാഫ് പോകുക. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അവർ തരുന്ന ഒരു സപ്പോർട്ട്, ബ്രദറായാലും കസിനായാലും അവരെല്ലാവരും തരുന്ന സെയിൽസ്മാൻമാരായാലും അവരൊക്കെ തരുന്ന ഒരു സപ്പോർട്ടുണ്ട്. അതായത് നമ്മളെപ്പോഴും അവരോട് നല്ല രീതിയിൽ അനുവർത്തിക്കുക, നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക, ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്ട്. കറക്റ്റ്. അപ്പോൾ നമ്മൾ നല്ലൊരു റെസ്പെക്റ്റ് അങ്ങോട്ട് കൊടുത്താൽ അവർ തിരിച്ചും നല്ല റെസ്പെക്റ്റ് അവർ ഇങ്ങോട്ട് തരും. അപ്പോൾ അത് നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറാണ്. അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അത് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ അതൊരു നല്ലൊരു സക്സസ് ആയിരിക്കും അത്. ഓക്കെ. സാറിൻ്റെ ലൈഫിൽ ഒരു ഫ്യൂച്ചർ വിഷൻ, ഇനി മുന്നോട്ടേക്ക് എന്താണ് പ്ലാൻ? ഡെഫിനറ്റ്ലി അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് CM ചിപ്സ് തുടങ്ങി 2019-20 നമ്മൾ ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 2024 ആയപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഷോപ്പ് അൽഹംദുലില്ലാഹ് ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ കൂടെ ഇപ്പോൾ ചിപ്സാഡോ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു, നല്ല രീതിക്ക് ഫ്ലറിഷ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ വിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ട് ഏരിയയിൽ, അത് കൂടാതെ ഓൾ കേരള നമുക്ക് ചിപ്സ് പാർക്കിൻ്റെയും CM ചിപ്സിൻ്റെ ബ്രാഞ്ചസ് എല്ലാ സ്ഥലത്തും തുടങ്ങണമെന്നുണ്ട്. അതാണ് നമ്മുടെ ഫ്യൂച്ചർ വിഷൻ. ഓക്കെ, ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ ദാറ്റ്. സാർ ആഗ്രഹിച്ച പോലെ സാറിൻ്റെ വരുന്ന ഫ്യൂച്ചർ വിഷനും ഫ്യൂച്ചർ വെഞ്ചേഴ്സിനും എല്ലാത്തിനും പഠിച്ചതമ്പരാൻ കൂടെ തുണ നിൽക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഈ ഒരു തിരക്ക് പിടിച്ച നിമിഷത്തിലും നമുക്കിടയിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു ടൈം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് സാർ. താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും.